പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയിൽ വ്യാജ ഹാൾ ടിക്കറ്റുമായി വിദ്യാർത്ഥി എത്തിയതിൽ വഴിത്തിരിവ്. വ്യാജ ഹാൾ ടിക്കറ്റ് നൽകിയത് നെയ്യാറ്റിൻകര അക്ഷയ സെന്റർ ജീവനക്കാരിയെന്ന് മൊഴി. നെയ്യാറ്റിൻകര പോലീസ് അക്ഷയ സെന്റർ ജീവനക്കാരിയെ ചോദ്യം ചെയ്യും. പാറശാല സ്വദേശിയായ വിദ്യാർത്ഥിയാണ് വ്യാജ ഹാൾ ടിക്കറ്റുമായി പരീക്ഷാ കേന്ദ്രത്തിൽ പിടിയിലായത്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീരാജാണ് ചേരുന്നത്. ശ്രീരാജ്, എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവ് തന്നെയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ പോലീസ് പറയുന്നത്? തീർച്ചയായും സ്വാതി, പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പോലീസിന് ഈ വിദ്യാർത്ഥി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ളത്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ പാറശാല സ്വദേശിയായ ഈ വിദ്യാർത്ഥി നെയ്യാറ്റിൻകരയിലുള്ള ഒരു അക്ഷയ സെന്ററിലെ ജീവനക്കാരിക്ക് നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായി തന്റെ രേഖകൾ കൈമാറുകയുണ്ടായി. എന്നാൽ പരീക്ഷയുടെ സമയമായപ്പോൾ വിദ്യാർത്ഥിയുടെ അമ്മ ഹാൾ ടിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അക്ഷയ സെന്ററിൽ ജീവനക്കാരെ സമീപിക്കുന്നു. ആ ഘട്ടത്തിൽ അക്ഷയ സെന്റർ ജീവനക്കാരി കമ്പ്യൂട്ടറിലുണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥിയുടെ യഥാർത്ഥ നീറ്റിന്റെ ഹാൾ ടിക്കറ്റ് അതിൽ കൃത്രിമം നടത്തിയാണ് ഈ കുട്ടിയുടെ, അതായത് ഇപ്പോൾ പിടിക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ പേര് എഴുതി ചേർത്തത് എന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. കിട്ടിയ യഥാർത്ഥ ഹാൾ ടിക്കറ്റ് ആണോ എന്ന് ഈ കുട്ടിയും, അതായത് ഈ വിദ്യാർത്ഥിയും, പിടിക്കപ്പെട്ട വിദ്യാർത്ഥിയോ അവരുടെ രക്ഷിതാക്കളോ പരിശോധിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അവർ നേരെ പരീക്ഷ എഴുതാൻ എത്തുകയാണ് ഉണ്ടായത് പത്തനംതിട്ടയിലേക്ക്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ചുമതലയുണ്ടായിരുന്ന അധ്യാപകർക്ക് കുട്ടിയുടെ ഹാൾ ടിക്കറ്റ് കണ്ടപ്പോൾ സംശയം തോന്നുകയും തുടർന്ന് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം അത് വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും ഈ വിദ്യാർത്ഥിയെ പരീക്ഷ എഴുതാൻ ഈ അധ്യാപകർ അനുവദിക്കുകയുണ്ടായി. തുടർന്ന് പോലീസിൽ ഇവർ വിവരം അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ന് വൈകിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ നീറ്റ് പരീക്ഷ പൂർത്തിയായതിന് പിന്നാലെ കുട്ടിയെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ കൊണ്ടെത്തിച്ച് മൊഴിയെടുത്തപ്പോഴാണ് എന്താണ് സംഭവമെന്ന് കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് കുട്ടി ഇത്തരത്തിൽ അക്ഷയ സെന്ററിനെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറുന്നത്. എന്തായാലും പോലീസ് പറയുന്നത് ഇതിൽ കൂടുതൽ പരിശോധന ആവശ്യമായി വരേണ്ടതുണ്ട്. ഈ അക്ഷയ സെന്ററിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിന് നിലവിൽ നെയ്യാറ്റിൻകര പോലീസ് അവരെ ചോദ്യം ചെയ്യുമെന്നാണ് പത്തനംതിട്ട ഡിവൈഎസ്പി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതിൽ കൂടുതൽ പരിശോധന ആവശ്യമായിട്ടുണ്ട്. എന്ത് കാരണത്താലാണ് അക്ഷയ സെന്ററിലെ ജീവനക്കാർ ഇത്തരത്തിലുള്ള ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കാൻ കാരണം എന്താണ്, അതിന്റെ പിന്നിലെ എന്തായിരുന്നു കാരണം എന്നുള്ള കാര്യമെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വിദ്യാർത്ഥിയെയും കുട്ടിയോടൊപ്പം അമ്മയും ഉണ്ടായിരുന്നു. ഇവരെ പോലീസ് വിട്ടയച്ചിട്ടുണ്ട്. നിലവിൽ ഇവരെ വിട്ടയച്ചിട്ടുണ്ട്. എന്തായാലും ഈ അക്ഷയ സെന്ററിലെ ജീവനക്കാരുടെ കൂടി മൊഴിയെടുത്ത ശേഷം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിശോധനകൾക്ക് ശേഷം മാത്രമാകും ഇതിന്റെ പിന്നിലെ കൃത്യമായ. ശരി ശ്രീരാജ്, പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയിൽ വ്യാജ ഹാൾ ടിക്കറ്റുമായി വിദ്യാർത്ഥി എത്തിയതിലാണ് വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. വ്യാജ ഹാൾ ടിക്കറ്റ് നൽകിയത് അക്ഷയ സെന്റർ ജീവനക്കാരിയെന്നാണ് ഇപ്പോൾ മൊഴി ലഭിച്ചിരിക്കുന്നത്.